ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ സൈബർ ആക്രമണ പരാതിയിൽ ലോറിയുടമ മനാഫിനെതിരെ കേസെടുത്ത് പോലീസ്. സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചുവെന്നാണ് എഫ്ഐആർ. അർജുന്റെ കുടുംബത്തിന്റെ മൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്തുമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP A ഉമേഷ് അറിയിച്ചു. വളരെ ദുഃഖത്തിൽ കിടക്കുന്ന ഒരു കുടുംബത്തിനെതിരെ ഈ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ വ്യാപകമായ രീതിയിലുള്ള ഒരു അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അറ്റാക്കിൽ അവർക്കൊരു പരാതിയുണ്ട്. ആ പരാതി തന്നതിൽ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ചാണ് പരാതി തന്നിരിക്കുന്നത്. പരാതി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി പോലീസിൻ്റെ സൈബർ വിങ് പ്രത്യേകം സോഷ്യൽ മീഡിയ വാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ സ്ത്രീത്വത്തിനെതിരെയുള്ള പരാമർശം നടത്തുന്നവർ, അതേപോലെ രാജ്യത്ത് ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിൽ, ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന രീതിയിലും കലാപമുണ്ടാക്കുന്ന രീതിയിലൊക്കെ ഒരു കമൻറ്റുകൾ ഉള്ളതായിട്ട് പറയുന്നു. അത്തരം കമൻറ്റുകൾ പ്രതിയാക്കിക്കൊണ്ട് കേസന്വേഷണം മുന്നോട്ട് പോകും. ഇവരുടെ അർജുൻ്റെ വീട്ടിലേക്ക് ആൾ പോയി മൊഴി രേഖപ്പെടുത്തും. മനാഫിനെ നോക്കി മനാഫിനോട് പറയാനുള്ള കാര്യങ്ങളും നമ്മൾ കേൾക്കും. അതിനുശേഷം ഒരു ശരിയായ രീതിയിലുള്ള അന്വേഷണം നടക്കും. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും ശിക്ഷിക്കപ്പെട്ടാലും താൻ അർജുന്റെ കുടുംബത്തിനൊപ്പമാണെന്നും മനാഫ് പ്രതികരിച്ചു. ഞാൻ മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല. യോജിപ്പിക്കുകയാണ്. എന്ത് പ്രതികരണം അപ്പം ഞാൻ ഇവർക്ക് എതിരെ പറഞ്ഞത്? ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത്. അവരെന്നെ ഇപ്പം എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ. അതിനിടെ ലോറിയുടമ മനാഫ് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ തടിമിൽ ഉടമ രംഗത്തെത്തി. റാണി വുഡ് ഇൻഡസ്ട്രീസ് ഉടമ KV ശശിധരനാണ് പോലീസിനെ സമീപിച്ചത്. കള്ളക്കേസിലൂടെ മില്ല് തട്ടിയെടുക്കാൻ മനാഫ് ശ്രമിച്ചെന്നും കോടതിയെ സമീപിച്ചാണ് സ്വത്ത് തിരിച്ചുപിടിച്ചത് എന്നും ശശിധരൻ പറഞ്ഞു. കൊന്നുകളയുന്നുള്ള ഭീഷണി എടുത്തിട്ടുണ്ട്. അത് അച്ഛനെയും മകനെയും കൊന്നുകളയും. എൻ്റെ ഭാര്യ ഉണ്ടേനും മില്ലിൽ ഭാര്യനോട് കൈ ചൂണ്ടി പറഞ്ഞ് ഭർത്താവിനെയും മകനെയും നിങ്ങൾ അധികം കാണില്ലിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ കൊന്നുകളയും നടക്കണം. എന്നിട്ടാണ് ഞങ്ങൾ കസബ സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തത്. കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ചത് അവൻ്റെ ബാപ്പൻ്റെ മുതലായിട്ടാണ് കള്ളക്കേസ് കൊടുത്തത്. അത് നാരകശ്ശേരിനോട് അവൻ്റെ ബാപ്പ വാക്കാൽ ഷെഡ് വാങ്ങി നിന്നിട്ടാണ് കേസ് കൊടുക്കുന്നത്. വാക്കാൽ എന്നാൽ പിന്നെ എല്ലാവരും വാക്കാൽ ഇങ്ങനെ ഷെഡ് കൊടുക്കുകയാണെങ്കിൽ രജിസ്റ്റർ ഓഫീസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. രജിസ്റ്റർ ഓഫീസ് കടക്കല്ല വാക്കാൽ കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ റെക്കോർഡെല്ലാം നമ്മളത് ക്ലിയറാണ്. മില്ലിന്റെ യഥാർത്ഥ ഉടമ താനാണെന്നും തട്ടിപ്പിന് ശ്രമിക്കുന്നത് ശശിധരനാണെന്നും മനാഫും പ്രതികരിച്ചു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ആദ്യം ഈ സൈബർ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരുപാട് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടാകാം സൈബർ മേഖലയിൽ, പക്ഷേ മനാഫ് എന്ത് സ്പർദ്ധ ഉണ്ടാക്കിയെന്നാണ്? വേണു, കഴിഞ്ഞ ദിവസം അർജുൻ്റെ കുടുംബം മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ വിശദമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിന് തൊട്ടുപിറകെയാണ് നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ ആ കുടുംബത്തിനെതിരെ ഉയർന്നത്. ആ ഭാര്യ അതുപോലെ തന്നെ മക്കളെ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ അർജുൻ്റെ കുടുംബം സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയിൽ പ്രധാനമായും മനാഫിനെതിരെയായിട്ടുള്ള ആരോപണങ്ങളാണ് ഉള്ളത്. അതായത് മനാഫ് ഉപയോഗിക്കുന്ന യൂട്യൂബ് ചാനൽ, ആ യൂട്യൂബ് ചാനൽ വഴി വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റു ചില മതസ്പർദ്ധ വളർത്താനുള്ള ഒരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതായിരുന്നു ആ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മനാഫാണ് ഈ കേസിലെ ഒന്നാം പ്രതി. മറ്റ് നവമാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്ന ഏതാനും പേർ എന്ന കൂടിയാണ് ഈ FIR-ൽ പറയുന്നത്. അതായത് മതസ്പർദ്ധ വളർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി, അതുപോലെ തന്നെ കലാപാഹ്വാനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് ഈ കേസെടുത്തിരിക്കുന്നത്. ഗൗരവമായിട്ടുള്ള വകുപ്പുകളാണ് മനാഫിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള മെഡിക്കൽ കോളേജ് ACP വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മനാഫ് പ്രതികരിച്ചിരുന്നു. താൻ ഒരു തരത്തിലും ആ കുടുംബത്തെ അവഹേളിച്ചിട്ടില്ല, അപമാനിച്ചിട്ടില്ല, അതിനുള്ള ശ്രമങ്ങൾ തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല. തൻ്റെ യൂട്യൂബ് ചാനലിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും പരിശോധിക്കാവുന്നതാണ് എന്നും കേസെടുത്താലും ശിക്ഷിച്ചാലും കുടുംബത്തോടൊപ്പം തന്നെ താൻ നിൽക്കും. മതസ്പർദ്ധ വളർത്താനല്ല, മതങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് തൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് മനാഫും പ്രതികരിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അർജുൻ്റെ കുടുംബാംഗങ്ങളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയാണ്. തുടർന്നുള്ള നടപടികളുണ്ടാകും. കൂടുതൽ പേരെ പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകും എന്നാണ് ACP വ്യക്തമാക്കുകയും ചെയ്തത്. വേണു. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.